ഹലോ. അപ്പോൾ നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നത് എസ്റ്റിമേഷൻ ടെക്നിക്സ്. എസ്റ്റിമേഷൻ ടെക്നിക്സ് നമുക്ക് എപ്പോഴാണ് ആവശ്യമാകുന്നത്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലയൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ എസ്റ്റിമേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്? എസ്റ്റിമേറ്റിംഗ് ദ പ്രൊജക്ട് ഷെഡ്യൂൾ ഈസ് ഡിഫിക്കൽട്ട്. യു ഹാവ് ടു മേക്ക് ദ ഇനിഷ്യൽ എസ്റ്റിമേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് എൻ ഇൻകംപ്ലീറ്റ് യൂസർ റിക്വയർമെൻറ്റ് ഡെഫിനിഷൻ. നമുക്കപ്പോൾ ഇനീഷ്യൽ എസ്റ്റിമേഷൻ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഇൻകംപ്ലീറ്റ് യൂസർ റിക്വയർമെൻറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് ഒരു എസ്റ്റിമേഷൻ ഇട്ട് കൊടുക്കേണ്ടി വരും. ദർ ആർ സോ മെനി അൺസർട്ടനിറ്റീസ് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എസ്റ്റിമേറ്റ് ദ പ്രൊജക്ട് സിസ്റ്റം. നമുക്ക് കുറച്ച് അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തൊക്കെ ഫീസിബിലിറ്റി, റിക്വയർമെൻറ്റ്, ഡിസൈൻ, കോഡ്, അങ്ങനെ കുറേ അൺസർട്ടനിറ്റീസ് വരും. അപ്പോൾ അത് ഓവർ ദ ടൈം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്ന് എന്ത് പറ്റും, ഡെലിവറിയിലേക്ക് ഇതെത്തും. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ എസ്റ്റിമേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ? എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്കും അൽഗോരിതമിക് കോസ്റ്റ് മോഡലിംഗ് ടെക്നിക്കും. അപ്പോൾ എസ്റ്റിമേഷൻ എന്തൊക്കെ ടൈപ്പിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്പീരിയൻസ് ബേസ്ഡും അൽഗോരിതമിക് കോസ്റ്റ് മോഡലിംഗ് ടൈപ്പും. അങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഇനീഷ്യൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്ക് എന്താ? ദ എസ്റ്റിമേറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എഫോർട്ട് ഓഫ് ദ റിക്വയർമെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മാനേജേഴ്സ് എക്സ്പീരിയൻസ് ഓഫ് ദ പാസ്റ്റ് പ്രൊജക്ട്സ്. അപ്പോൾ എന്താ, നമ്മുടെ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന മാനേജറുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയൊരു പ്രൊജക്റ്റിൻ്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എന്താ, അവിടെ മാനേജറുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസെൻഷ്യലി ദ മാനേജർ മേക്സ് ആൻ ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ വാട്ട് ദ എഫേർട്ട് റിക്വയർമെൻറ്റ്സ് ആർ ലൈക്ലി ടു ബി. അപ്പോൾ മാനേജർ അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കുകയാണ്. ഞാൻ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഈ പ്രൊജക്റ്റിൽ ഇത്ര എസ്റ്റിമേറ്റ് ഇട്ടൊക്കെ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ലാഭകരമായിട്ട് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എസ്റ്റിമേറ്റ് ഇടുകയാണ്. എങ്ങനെ? ആ പ്രൊജക്റ്റ് മാനേജറുടെ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, പ്രീവിയസ് ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെയൊക്കെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് ഇനി ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ എസ്റ്റിമേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ എസ്റ്റിമേറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്ക് സോൾലി ഡിപ്പെൻഡ് ഓൺ ദ എക്സ്പീരിയൻസ് ഓഫ് ദ മാനേജർ ആണ്. പക്ഷേ algorithm cost modeling എന്താ? In this approach, a formulaic approach is used to compute the project effort based on the estimate of the product attributes such as size, process characteristics and experience of the staff involved. അപ്പോൾ നമ്മളിവിടെ എന്താ, ഒരു ഫോർമുല വെച്ചിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിരിക്കുന്ന സൈസ്, അതേപോലെ തന്നെ പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്പീരിയൻസ് സ്റ്റാഫ്, ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മളൊരു ഫോർമുല വെച്ച് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനാണ് അൽഗോരിതമിക് കോസ്റ്റ് മോഡലിംഗ്. ഈ രണ്ട് കേസിൽ എന്താ, നമുക്ക് ജഡ്ജ്മെൻറ്റ് ടു ദ എസ്റ്റിമേറ്റ് ഐദർ ദ എഫോർട്ട് ഡയറക്ട്ലി ഓർ ദ പ്രൊജക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻ സ്റ്റാർട്ടപ്പ് ഫേസ് ഓഫ് ദ പ്രൊജക്റ്റ് ദ എസ്റ്റിമേറ്റ്സ് ഹാവ് വൈഡ് മാർജിൻ ഓഫ് എറർ. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഫേസിൽ എസ്റ്റിമേറ്റിന് നല്ല എറർ വരാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെയൊക്കെയാണെങ്കിലും ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് എസ്റ്റിമേറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ ആക്യുറേറ്റ് ആസ് ദ പ്രൊജക്റ്റ് പ്രോഗ്രസ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ എടുത്ത എസ്റ്റിമേറ്റ് ഓവർ ദ ടൈം ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്തോറും അത് ആക്യുറേറ്റ് ആവും. അതാണ് നമ്മളോട് കാണിച്ചിരിക്കുന്ന ഈ ഒരു അൺസർട്ടനിറ്റിയിൽ പറയുന്നത്. അപ്പോൾ എസ്റ്റിമേഷൻ ടെക്നിക്ക് എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്ക് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്സ് റിലേ ഓൺ ദ മാനേജേഴ്സ് എക്സ്പീരിയൻസ്. നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് മാനേജറുടെ എക്സ്പീരിയൻസ് ഓഫ് പാസ്റ്റ് പ്രൊജക്റ്റ് വെച്ചും ആക്ച്വൽ എഫർട്ട് എക്സ്പെക്റ്റഡ് ഇൻ ദ പ്രൊജക്റ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ബേസ്ഡ് എസ്റ്റിമേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ടിപ്പിക്കലി യു ഐഡൻറ്റിഫൈ ദ ഡെലിവറബിൾസ് ടു ദ പ്രൊഡ്യൂസ് ഇൻ ദ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്ട് മാനേജർ എന്ത് ചെയ്യും? ആ പ്രൊജക്റ്റിലുള്ള ഡെലിവറബിൾസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് എന്തൊക്കെ കമ്പോണൻസ് ഡെവലപ്പ് ചെയ്യണമെന്നും കണ്ടുപിടിക്കും. ഇതനുസരിച്ചാണ് എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്കിൽ ഒരു തരത്തിലുള്ള കോസ്റ്റ്. പിന്നെ യു ഡോക്യുമെൻറ്റ് ദീസ് ആസ് സ്പ്രെഡ്ഷീറ്റ്. അതൊരു സ്പ്രെഡ്ഷീറ്റിൽ ഡോക്യുമെൻറ്റ് ചെയ്തേക്കും. എസ്റ്റിമേറ്റ് ദെൻ ഇൻഡിവിജ്വൽ, ഓരോന്നിനായിട്ട് നമ്മൾ
എസ്റ്റിമേഷൻ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ടോട്ടൽ എഫേർട്ട് റിക്വയർഡ് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ഇറ്റ് യൂഷ്വലി ഹെൽപ്സ് ടു ഗെറ്റ് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ദ എഫേർട്ട് എസ്റ്റിമേഷൻ ആൻഡ് ആസ്ക് ഈച്ച് മെമ്പർ ഓഫ് ഗ്രൂപ്പ് ടു എക്സ്പ്ലെയിൻ ദെയർ എസ്റ്റിമേറ്റ്. അപ്പോൾ ഒരു ഗ്രൂപ്പാക്കി എടുത്തിട്ട് എന്ത് ചെയ്യും, എസ്റ്റിമേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരുടെ എഫേർട്ട് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. This often reveals the factors that others have not considered, and you then iterate the forward toward the agreed group of steps. ഇതൊരു പ്രോസസ്സ് ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെ വരെ നമുക്ക് ഫീസിബിൾ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് റിക്വയർ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് എത്തുന്നവരെ. The difficulty with the experience-based techniques എന്തൊക്കെയാണ്? ന്യൂ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മേ നോട്ട് ഹാവ് മച്ച് കോമൺ ഇൻ ദ പ്രീവിയസ് പ്രോജക്റ്റ്. അപ്പോൾ പുതിയ പ്രോജക്റ്റിൽ ചിലപ്പോൾ പ്രീവിയസ് പ്രോജക്റ്റായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് പറ്റും, ഈ എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്ക് കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചേഞ്ചസ് വെരി ക്വിക്ക്ലി ആൻഡ് പ്രൊജക്റ്റ് വിൽ ഓഫൺ യൂസ് അൺഫെമിലിയർ ടെക്നിക് സച്ച് എസ് വെബ് സർവീസ്, ആപ്ലിക്കേഷൻ സിസ്റ്റം കോൺഫിഗറേഷൻ ഓർ HTML5. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവും. പ്രൊജക്റ്റിൻ്റെ എന്താ പറയുക, ഡെവലപ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവും. നമുക്ക് ടെക്നോളജി ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് ടെക്നോളജി മാറി, അപ്പോൾ നമുക്ക് ആ പുതിയ ടെക്നോളജിക്ക് അഡാപ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, നമ്മൾ മുന്നേ വിചാരിച്ച ഒരു റിക്വയർമെൻ്റ് ആയിരിക്കും നമ്മളിന്ന് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ റിക്വയർമെൻറ്റ് മാറുന്നതിനനുസരിച്ച് എന്ത് പറ്റും, അവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിന് വേണ്ടി വരുന്ന ഫണ്ട് അല്ലെങ്കിൽ അതേപോലത്തെ റിസോഴ്സുകൾക്ക് വ്യത്യാസം വരും. അപ്പോൾ ഈ ഇങ്ങനത്തെ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്സ് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഇഫ് യു ഹാവ് നോട്ട് വർക്ക് വിത്ത് ദീസ് ടെക്നിക്സ് യു ഹാവ് പ്രീവിയസ് എക്സ്പീരിയൻസ് മേ നോട്ട് ഹെൽപ്പ് ദ എസ്റ്റിമേറ്റ് ദ എഫേർട്ട് റിക്വയർഡ് മേക്കിംഗ് ദ മോർ ഡിഫിക്കൽട്ട് ആൻഡ് പ്രൊഡ്യൂസ് ആക്യുറേറ്റ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ എക്സ്പീരിയൻസും നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് മുന്നേ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിന് വലിയ ബന്ധമൊന്നുമില്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ് ബേസ്ഡ് പ്രൊജക്റ്റ് കോസ്റ്റ് എസ്റ്റിമേഷൻ ടെക്നിക്ക് അത്ര ഗുണമുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സേ വെദർ ദ എക്സ്പീരിയൻസ് ബേസ്ഡ് ഓർ അൽഗോരിതം ഓപ്പറേറ്റ്സ് ആർ മോർ ആക്യുറേറ്റ്. നമുക്ക് പറയാൻ പറ്റില്ല ഏതായിരിക്കും നല്ലതെന്നുള്ളത്. പിന്നെ പ്രൊജക്റ്റ് എസ്റ്റിമേറ്റ് ആർ ഓഫർ സെൽഫ് ഫുൾഫില്ലിംഗ് ആൻഡ് ദ എസ്റ്റിമേറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ പ്രൊജക്റ്റ് ബഡ്ജറ്റ് ആൻഡ് ദ പ്രൊഡക്റ്റ് അഡ്ജസ്റ്റ്സ് ഓഫ് ദ ബഡ്ജറ്റ് ഫ്യൂച്ചറൈസ് റിയലൈസ്ഡ്. എന്താ നമുക്ക് വരുന്നത് അൽഗോറിതം കോസ്റ്റ് മോഡൽ. അൽഗോറിതം കോസ്റ്റ് മോഡൽ എന്താണെന്ന് വെച്ചാൽ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചിട്ട് പ്രഡിക്റ്റ് ദ പ്രൊജക്റ്റ് കോസ്റ്റ് ബേസ്ഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദ പ്രൊജക്റ്റ് സൈസ്, ദ ടൈപ്പ് ഓഫ് ദ സോഫ്റ്റ്വെയർ ബീങ് ഡെവലപ്ഡ് ആൻഡ് അതർ ടീംസ്, പ്രോസസ്സ്, പ്രോഡക്റ്റ് ഫാക്ടേഴ്സ്. Algorithmic cost models are developed with analyzing the cost and the attributes of the completed projects. അപ്പോൾ എന്താ, കോസ്റ്റ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് കംപ്ലീറ്റ് പ്രൊജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അൽഗോരിതമിക് കോസ്റ്റ് മോഡലിംഗ് വെച്ച് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ദെൻ ഫൈൻഡിങ് ദ ക്ലോസസ്റ്റ് ഫിറ്റ് ഫോർമുല ടു ആക്ച്വൽ കോസ്റ്റ് ഇൻക്വേർഡ്. അപ്പോൾ നമ്മൾ ക്ലോസസ്റ്റ് ഫിറ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കും. അൽഗോരിതമിക് കോസ്റ്റ് മോഡൽസ് ആർ പ്രൈമറി യൂസ് ടു മേക്ക് ദ എസ്റ്റിമേറ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. നമ്മൾ പ്രൈമറി യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കും. മോസ്റ്റ് അൽഗോരിതമിക് മോഡൽസ് ഫോർ എസ്റ്റിമേറ്റിംഗ് എഫോർട്ട് ഇൻ ദ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ആർ ബേസ്ഡ് ഓൺ സിമ്പിൾ ഫോർമുല. ഈ ഒരു എഫോർട്ട് ബേസിക്കലി A ഇൻറ്റു സൈസ് റേസ് ടു B ഇൻറ്റു M എന്ന ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദ അൽഗോരിതമിക് മോഡൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. A എന്താ, എ കോൺസ്റ്റൻറ്റ് ഫാക്ടർ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ലോക്കൽ ഓർഗനൈസേഷണൽ പ്രാക്ടീസസ് ആൻഡ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡെവലപ്ഡ്. നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള പ്രാക്ടീസുകളും അതേപോലെ എന്ത് സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതിനും ഡിപ്പെൻഡ് ആയിട്ടാണ് ഈ A എന്നതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സൈസ് എന്താ, ആൻ അസസ്മെൻറ്റ് ഓഫ് ദ കോഡ് സൈസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത കോഡിൻ്റെ ഒരു കോഡ് സൈസ് അസസ് ചെയ്യും. ദ സോഫ്റ്റ്വെയർ ഓർ ദ ഫങ്ക്ഷനാലിറ്റി എസ്റ്റിമേറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫങ്ഷൻ ഓർ ദ ആപ്ലിക്കേഷൻ പോയിൻറ്റ്സ്. നമ്മളൊരു എന്തെങ്കിലും ഒരു പോയിൻറ്റിങ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത കോഡിൻ്റെ സൈസോ അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി ഒക്കെ എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളതോ എന്തൊക്കെ വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചൊരു പോയിൻറ്റിങ് സ്കീമിൽ നമ്മൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യും. B എന്താ, B റെപ്രസെൻറ്റ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ ആൻഡ് യൂഷ്വൽ ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് 1.5. അതൊരു കോംപ്ലക്സിറ്റിയാണ്. നമ്മൾ മറ്റേ അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ പറയില്ലേ, അതേപോലെ ഒരു കോംപ്ലക്സിറ്റി ഫാക്ടറാണ്. അതെന്താ 1-നും 1.5-നും ഇടയ്ക്കായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ. M is a factor that takes into account process, product and development attributes such as the dependability requirements of the software and the experience of the development. അപ്പോൾ എന്താ M പറയുന്നത്, M is a factor that
takes into the account process product development attributes such as the dependability requirement അതേപോലെ സോഫ്റ്റ്വെയർ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ടീമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ്. These attributes may increase or decrease the overall difficulty of the developing system. ഇത് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അൽഗോരിതം കോസ്റ്റ് മോഡലിൽ നമ്മൾ പറഞ്ഞു സോഴ്സ് കോഡിൻ്റെ സൈസാണ് ഇൻ ദ ഡെലിവറബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ എന്താ പറയുക പ്രൊഡക്റ്റിൻ്റെ ലൈൻസ് ഓഫ് കോഡിൻ്റെ സൈസാണ് നമ്മൾ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ സൈസ് മെട്രിക്സ് ദാറ്റ് യൂസ്ഡ് അൽഗോരിതം കോസ്റ്റ് മോഡൽ എന്താ ലൈൻ ഓഫ് സോഴ്സ് കോഡ് SLOC. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ദ ലൈൻസ് ഓഫ് ദ കോഡ് സിസ്റ്റം യു മേ യൂസ് എ കോമ്പിനേഷണൽ അപ്രോച്ച്. നമ്മളൊരു കോമ്പിനേഷണൽ അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത്. കമ്പയർ ദ സിസ്റ്റം ടു ഡെവലപ്ഡ് വിത്ത് സിമിലർ സിസ്റ്റം ആൻഡ് യൂസ് ദർ കോഡ് സൈസ് ആസ് ദ ബേസിസ് ഫോർ യുവർ എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം നമ്മൾ മുന്നേ ഡെവലപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യും. അതിലത്തെ കോഡും നമ്മളുടെ കോഡായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഫങ്ഷൻ ഓർ ദ ആപ്ലിക്കേഷൻ പോയിൻറ്റ്സ് ഇൻ സിസ്റ്റം ആൻഡ് ഫോർമലി കൺവേർട്ട് ദീസ് ലൈൻസ് ഓഫ് കോഡ് ഇൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ്ഡ്. അതേപോലെ റാങ്ക് ദ സിസ്റ്റം കമ്പോണൻറ്റ്സ് യൂസിങ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദിയർ റിലേറ്റീവ് സൈസസ്. നമ്മൾ സിസ്റ്റം കമ്പോണൻറ്റ്സിന് സൈസ് അനുസരിച്ച് അതിന് റാങ്കിങ് കൊടുക്കും. ആൻഡ് യൂസ് എ നോൺ റെഫറൻസ് കമ്പോണൻറ്റ് ടു ട്രാൻസ്ലേറ്റ് ദിസ് റാങ്കിങ് ടു കോഡ് സൈസ്. നമ്മൾ ഇതിനെ ഒരു റെഫറൻസ് കമ്പോണൻറ്റ് വെച്ചിട്ട് അതിനൊരു കോഡ് സൈസിലേക്ക് മാറ്റുകയും ചെയ്യും. പിന്നെ മോസ്റ്റ് അൽഗോരിതമിക് എസ്റ്റിമേഷൻ മോഡൽ ഹാവ് എക്സ്പൊണൻഷ്യൽ കമ്പോണൻറ്റ് ദാറ്റ് ഇൻക്രീസ് വിത്ത് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് സിസ്റ്റം. അപ്പോൾ സൈസും കോംപ്ലക്സിറ്റിയും കൂടുന്നതിനനുസരിച്ച് അൽഗോരിതം കോസ്റ്റ് മോഡലിൻ്റെ കോസ്റ്റും കൂടും. കാരണം ഇതൊരു എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്താണ് എപ്പോഴും ഉണ്ട്. അപ്പോൾ സൈസ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ദിസ് റിഫ്ലക്ട് ദ ഫാക്ട് ദാറ്റ് കോസ്റ്റ് ഡു നോട്ട് യൂഷ്വലി ഇൻക്രീസ് ലീനിയർലി വിത്ത് പ്രൊജക്ട് സൈസ്. അപ്പോൾ പ്രൊജക്ട് സൈസ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് ലീനിയർ ആയിട്ടല്ല ഇവിടെ കൂടുന്നത്, എക്സ്പൊണൻഷ്യൽ ആയിട്ടാണ് കൂടുന്നത്. അൽഗോരിതം കോസ്റ്റ് മോഡലിൻ്റെ ഒരു പ്രത്യേകതയാണത്. ആസ് ദ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് സോഫ്റ്റ്വെയർ ഇൻക്രീസ് എക്സ്ട്രാ കോസ്റ്റ്സ് ആർ ഇൻക്യൂർഡ് ബിക്കോസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡ് ഓഫ് ദ ലാർജർ ടീംസ്. അപ്പോൾ ഇതൊക്കെ കൂടുന്നതനുസരിച്ച് എന്താ പറയുക എക്സ്ട്രാ കോസ്റ്റുകൾ കയറി വരും. കാരണം എന്താ ടീം വലുതാവുന്നതനുസരിച്ച് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡൊക്കെ കൂടുന്നുണ്ട്. മോർ കോംപ്ലക്സ് കൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് മോർ ഡിഫിക്കൽട്ട് സിസ്റ്റം. കൺഫിഗറേഷൻ കോംപ്ലക്സ് ആവുന്നതോറും അത് ഡിഫിക്കൽറ്റി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി കൂടും. ദ മോർ കോംപ്ലക്സ് ദ സിസ്റ്റം മോർ ദീസ് ഫാക്ടേഴ്സ് ആൻഡ് അഫക്ട് ദ കോസ്റ്റ്. അപ്പം ഈ കോംപ്ലക്സ് സിസ്റ്റം ആവുന്നതോറും ഈ എന്താ പറയുക കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഈ ഇതൊക്കെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. The idea of using scientific and objective approach cost estimation is an attractive one, but all algorithmic cost models suffer ഫ്രം ടു കീ പ്രോബ്ലം. അപ്പോൾ നമുക്കിതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു അപ്രോച്ചാണെന്ന് നമുക്കാണ് പറയാം. പക്ഷേ അതിൽ രണ്ട് പ്രോബ്ലം. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു എസ്റ്റിമേറ്റ് സൈസ് ആക്യുറേറ്റ് അറ്റ് ദ ഏർലി സ്റ്റേജ് ഓൾസോ. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഏർലി സ്റ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ to estimate the complexity and the process factors contributing B and M are subjective. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ കോംപ്ലക്സിറ്റി ഫാക്ടറും അതേപോലെ തന്നെ എന്താ പറയുക ഡെവലപ്മെൻറ്റ് ആട്രിബ്യൂട്ട്സിൻ്റെ ഫാക്ടേഴ്സും അക്കൗണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആക്യുറേറ്റ് കോഡ് എസ്റ്റിമേഷൻ ഡിഫിക്കൽട്ടി അറ്റ് ഏർലി സ്റ്റേജ് ഇന്നെ പ്രൊജക്റ്റ്. അപ്പോൾ നമുക്കറിയാം ഏർലി സ്റ്റേജിൽ ആക്യുറേറ്റ് കോഡ് സൈസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ പ്രോഗ്രാം ലാംഗ്വേജ് യൂസ് ചെയ്ത് ദ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ഓൾസോ അഫക്ട് ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്. അപ്പോൾ നമ്മൾ എന്താ പറയുക ചില പ്രോഗ്രാം ലാംഗ്വേജസിൽ 2 ലൈനിൽ എഴുതുന്ന കാര്യം ചില പ്രോഗ്രാം ലാംഗ്വേജസിൽ 5-6 ലൈൻ എഴുതിയാലേ ശരിയാവുള്ളായിരിക്കും. അപ്പോൾ ഇത്തരം ടൈപ്പിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ലൈൻ ഓഫ് കോഡ് വിടും. പിന്നെ അൽഗോരിതം കോസ്റ്റ് മോഡൽസ് ആർ സിസ്റ്റമാറ്റിക് വേ ടു എസ്റ്റിമേറ്റ് ദ എഫോർട്ട് റിക്വയർഡ് ടു ഡെവലപ്പ് ദ സിസ്റ്റം. ഇതൊരു സിസ്റ്റമാറ്റിക് വേ ആണ്. പക്ഷേ ദീസ് മോഡൽസ് ആർ കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടു യൂസ് ആണ്. അനദർ ബാരിയർ ദാറ്റ് ഡിസ്കറേജ് ദീസ് അൽഗോരിതം മോഡൽസ് എന്താ കാലിബ്രേഷൻ. നീഡ് ഫോർ കാലിബ്രേഷൻ. മോഡൽസ് ആർ ഷുഡ് കാലിബ്രേറ്റ് ദർ മോഡൽസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആർ വാല്യൂസ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ കോഡും മൊഡ്യൂൾസും അതൊക്കെ ഇങ്ങനെ കാലിബ്രേറ്റ് ചെയ്യും. റിഫ്രാക്ടർ അതൊക്കെ
ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ, നമുക്ക് ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി. ഇഫ് യു യൂസ് അൽഗോരിതം കോസ്റ്റ് എസ്റ്റിമേഷൻ കൊണ്ട് യു ഷുഡ് ഡെവലപ്പ് എ റേഞ്ച് എസ്റ്റിമേഷൻ. ഇപ്പോൾ നമുക്ക് എന്താ, അതിനൊരു റേഞ്ച് എപ്പോഴും നമ്മളെപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം, കോസ്റ്റ് എക്സ്പെക്റ്റഡും ബെസ്റ്റും ഒക്കെ ആയിട്ട്, റാദർ ദാൻ ദ സിംഗിൾ എസ്റ്റിമേറ്റ് ആൻഡ് അപ്ലൈ ദ കോസ്റ്റിംഗ് ഫോർമുല ടു ഓൾ ഓഫ് ദം. അപ്പോൾ ഇതാണ് നമ്മളുടെ അൽഗോരിതം കോസ്റ്റ് മോഡലും അതേപോലെ എക്സ്പീരിയൻസ് ബേസ്ഡ് ടെക്നിക്ക് എന്നുള്ള രണ്ട് ടോപ്പിക്ക്. ഇനി നമുക്ക് വരുന്നത് കൊക്കോമോ മോഡലിംഗ് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? ആപ്ലിക്കേഷൻ, കമ്പോസിഷൻ മോഡൽ, എ ഡിസൈൻ മോഡൽ, റീയൂസ് മോഡൽ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ.